നമസ്കാരം. രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് വെച്ചൊരു സ്നാക്കാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ഈവനിങ് സ്നാക്ക് എന്ന് വെച്ച് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ വേണം അത് കഴിക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഫിഷ് എന്ന് പറയുന്നത് അയിലയാണ്. അപ്പം എല്ലാവരും സാധാരണ അയില വെച്ച് അയിലക്കറി ഇതൊക്കെ ഞാനിത് പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഈ അയില വെച്ച് ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കും, അല്ലെ എങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന്. അയിലയാണെന്ന് പോലും അറിയത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പിന്നെ അതിൻ്റെ പുറകാലം ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് പറയാം. അപ്പോൾ ഞാൻ ഇത് അയില നമ്മൾ എങ്ങനെയാണ് ഇത് ബോയിൽ ചെയ്തതെന്ന് പറയാം. അയില അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ നല്ല ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ അത് ഡീവൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് മുള്ളെല്ലാം മാറ്റി നല്ല പക്കയാക്കി പൊടിച്ച് മിക്സിയിലിട്ട് പൊടിക്കണമെന്നല്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി. ജസ്റ്റ് നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി മസാലപ്പൊടി വേണമെങ്കിലും ഇടാം. ഞാനൊരു തുള്ളി മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി, അങ്ങനെ ഇത് ചെയ്തെടുത്താണ്. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത്, കാരണം ഇച്ചിരി വെജിറ്റബിളൊക്കെ ചിലരിട്ട് ഇച്ചിരി ബീൻസും കൂടെ ഒക്കെ ഇട്ടാൽ നല്ലതാണ്, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് കിഴങ്ങും ഒന്ന് നല്ലതായിട്ട് ബോയിൽ ചെയ്തതാണ്. എന്നിട്ട് അത് നല്ലതായിട്ട് സ്മാഷ് ചെയ്തെടുത്തു. സവാള ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്. ഈ സവാളയൊക്കെ ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്ത്. സവാള വഴണ്ട് വരുമ്പോൾ പിന്നെ അതൊന്നും കാണത്തില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഈ വെളുത്തുള്ളി, ഇഞ്ചി, മുട്ട നമ്മൾ ഇത് വറുക്കാനായിട്ട് നമ്മൾ ഇത് ചെയ്യാനായിട്ടാണ്. പിന്നെ ബ്രെഡിൻ്റെ ക്രംസ്, കറിവേപ്പില, മല്ലിയില, പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി, നമ്മൾ ഇത്ര മാത്രമാണ് ചേർക്കുന്നത്. നമുക്ക് ഇനി ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എല്ലാവരും സാധാരണ ചെയ്യുന്നതായിരിക്കാം. എന്നാലും നമുക്ക് ഇതൊരു സ്നാക്ക് പോലെ ഇതെടുത്താൽ അതിൻ്റെ ഒരു മോൾഡൊക്കെ നമുക്ക് വാങ്ങിക്കാമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അതിനകത്ത് സൺഫ്ലവർ ഓയിലിനകത്താണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇച്ചിരി ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് എണ്ണ നമ്മളിതിലേക്ക് ഒത്തിരി എടുക്കരുത്. കാരണം അപ്പോൾ എണ്ണ അങ്ങ് കലിച്ച് നിൽക്കും, പിന്നെ അതങ്ങ് ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ എണ്ണയിൽ ഇത് വറക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരുപാടങ്ങ് എണ്ണ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനകത്ത് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, ഇത് രണ്ടും നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പം ഞാൻ എപ്പോഴും ഈ ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ട് വരട്ടും. കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിനൊരു പച്ച ചുവ വരും ഇഞ്ചിക്കും വെളുത്തുള്ളി. ഇഞ്ചി നല്ലതായിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്തേ ഇതിനും എടുക്കത്തുള്ളൂ. കാരണം ഇഞ്ചി കടിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇഞ്ചി നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തേ എടുക്കത്തുള്ളൂ. നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. വെളുത്തുള്ളി ഒരു ഇച്ചിരൂടെ കാരണം വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ അത് നല്ല ടേസ്റ്റാക്കി, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ഇട്ടു. ഇനി നമുക്ക് ഒരല്പോടെ വേണേൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാര്യം നമുക്ക് ആവശ്യത്തിന്, ഞാൻ ഒരുപാട് എണ്ണ ആദ്യമേ തന്നെ ഒഴിച്ചില്ല, കുറച്ച് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത്, നമ്മൾ സവാള കൂടുതലുണ്ടെന്ന് തോന്നും, പക്ഷേ വഴണ്ട് വരുമ്പോൾ ഇത് ഒട്ടും കാണത്തില്ല. അപ്പോഴാണ് സവാള നമ്മൾ നല്ലതായിട്ട് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അത് വഴണ്ട് വരാൻ അല്പം ഉപ്പിട്ടിടാം. നമ്മൾ മീനിന് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമായ ഉപ്പിട്ടാൽ മതിയാവും. അപ്പം നല്ലതായിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടെ ഇതുമായിട്ടൊന്ന് ചേർന്ന് വരണം. കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളി അത് നല്ലതായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ആവണം. നമുക്ക് ആവശ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചെണ്ണ ഞാൻ സൺഫ്ലവറിനകത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല.
പക്ഷെ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു ഇച്ചിരി ഒരു ടേസ്റ്റ് അതിന് കിട്ടും. ഞാനിപ്പോൾ ഇതിനകത്ത് മുളക് ഇപ്പോൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, കാരണം ഒരു എരിയൊക്കെ കിട്ടാനായിട്ട്. എരി ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. എരി വേണ്ടാന്നുള്ളവർക്ക് ഞാൻ പറയുന്ന പോലെ അതിൻ്റെ അരി കളഞ്ഞിട്ട് പച്ചമുളക് ചേർത്താലും മതി. നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ചെറിയ തണ്ടുകളാണ് എടുത്തേക്കുന്നത്, കാരണം അത് ഒന്ന് ഇത് കൈ കൊണ്ട് നമ്മളത് പിടിക്കുന്ന മോൾഡിലൊക്കെ ഇടുന്ന സമയത്ത് ഈ തണ്ട് ഒത്തിരി അങ്ങ് വലുതാണെങ്കിൽ ശരിക്കും പ്രയാസമായിരിക്കും അത് എടുക്കാനായിട്ട്. അത് ചെറിയ ഇതായിട്ട് എടുത്താൽ മതിയോ. ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ നല്ല സവാള ഒന്ന് വഴലുന്നത് നന്നായിരിക്കും. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഒരു ഇച്ചിരി ടേസ്റ്റായിട്ട് കൊടുക്കും. നമ്മളിത് പെരിഞ്ചീരകം, തക്കോലം, ഏലക്ക, പിന്നെ ഗ്രാമ്പൂ, പട്ട എല്ലാം ഇട്ട് പൊടിച്ച പൊടിയാണ്. അപ്പോൾ അത് നല്ല ഒരു ടേസ്റ്റ്. ഇങ്ങനെ ഒരു 2-3 സ്പൂൺ നമുക്ക് മീനിന് ആവശ്യമായ അതിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കണ്ട. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യമേ തന്നെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള കൂട്ടിനകത്തോട്ട് ഇത് കറക്റ്റായിട്ട് അങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. അല്ലെങ്കിൽ അത് പിന്നെ ലാസ്റ്റ് ചേർക്കാൻ നിന്നാൽ ഇത് കറക്റ്റായിട്ട് ആ എല്ലാ കൂട്ടിനകത്തോട്ടും വരണമെന്നില്ല. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, നമ്മൾ ഓൾറെഡി ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടാണ് ഇത് ചെയ്തത്. എന്നാലും ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഒന്ന് എടുത്തറിയണമെങ്കിൽ ശരിക്കും ക്രഷ്ഡായിട്ടുള്ളത് അല്ലാതെ ഈ ഹോളായിട്ടുള്ള കുരുമുളക് വെച്ച് പെപ്പർകോൺസ് ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ അതല്ലാതെ കുരുമുളക് പൊടി ഇട്ടാൽ ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഒന്ന് എടുത്ത് അറിയണം. ഇനി നമുക്കിതിലൂടെ നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മൾ അതിൻ്റെ അടുത്ത് ചേർക്കുക. നിങ്ങൾക്ക് ഞാനിപ്പോൾ എനിക്ക് അയില അവൈലബിൾ ആയതുകൊണ്ട് ചിലർക്കൊന്നും അയില ഇങ്ങനെ അതല്ലാതെ ഇഷ്ടം അല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. അയിലയല്ല, ഏത് ഫിഷ് വെച്ച് വേണം, നെമ്മീൻ വെച്ച് അല്ലെങ്കിൽ കേര എല്ലാം വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതുമായിട്ട് നല്ലതായിട്ടൊന്ന് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചേർത്തതാണേ ഉപ്പ് ചേർത്തത്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇതുമായിട്ട് ഒന്ന് കറക്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷമേ നമ്മളിനിയും ഉരുളക്കിഴങ്ങ് ഇടുന്നതിന് മുമ്പ് നോക്കാവൂ. കാരണം ഉരുളക്കിഴങ്ങ് ചേരുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ ഇച്ചിരി കുറവ് വരും, അപ്പോൾ നമ്മൾ ചേർക്കും. പക്ഷേ ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്ത് ആദ്യമേ ഒന്ന് ചേർത്ത് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കണം. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താണ്ട് ആ മീനെല്ലാം നല്ലതായിട്ട് ഇതുമായിട്ടൊന്ന് ആ മസാല, അതായത് സവാളയുമായിട്ടൊന്ന് യോജിക്കണം. കാരണം നമ്മളിനി ഇത് കിഴങ്ങ് ചേർക്കുമ്പം ഇത് ചിലപ്പോൾ കറക്റ്റായിട്ട് അത് മിക്സ് ആകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നത്. നമുക്കിനി ഇതിനകത്ത് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ തീരെ പൊടിയായിട്ട് ചേർത്താൽ മതി. കാര്യം എന്ന് വെച്ചാൽ മല്ലിയില ഒക്കെ വലുതായിട്ട് കിടന്നാൽ നമ്മളിത് മോൾഡ് പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഇതുമായിട്ട് അങ്ങ് അലുത്ത് ചേരണം. പിന്നെ നമ്മൾ മല്ലിയിലയൊക്കെ നേരത്തെ അങ്ങ് അരിഞ്ഞു.
നമുക്കിപ്പോൾ മല്ലിയില മതിയോ എന്ന് നോക്കാം, വേണമെങ്കിൽ ഇച്ചിരി കൂടെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഇത് ഏകദേശം കറക്റ്റാണ്. മല്ലിയിലയൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും ഈ സ്നാക്കിന്. ഇട്ടാൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ടങ്ങാലിയും ചേർന്നോളൂ. അത് നമ്മൾ വഴറ്റുമ്പോൾ അത് നല്ല ടങ്ങാരി ചേർന്നോളൂ. നമ്മളാണ്ട ഇപ്പം ഇത് പാകത്തിനുള്ള എണ്ണയാണ്, നമ്മളൊട്ടും എണ്ണ കലിച്ച് നിൽക്കാതെ ജസ്റ്റ് പാകത്തിന്. അപ്പോൾ ആവശ്യത്തിന് ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാവും. ഇനി അതിൻ്റെ നമ്മൾ ബോയിൽ വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 2 മീഡിയം പൊട്ടറ്റോയും ഒരു ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ്, ഇത് ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അത് ബോയിൽ ചെയ്യുമ്പോൾ വെള്ളം പിടിക്കാതെ ശ്രദ്ധിക്കണം. കാരണം ബോയിൽ ചെയ്യുന്ന സമയത്ത് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കട്ട്ലറ്റ് വറക്കുമ്പോൾ ഒരുമാതിരി അലുത്തലുത്തിരിക്കും, നമ്മൾ ഫ്രീസറിൽ വെച്ചെടുത്താലും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം, വെള്ളം അധികം പിടിക്കാതെ തന്നെ ബോയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ ഇതിനകത്തെ വെള്ളത്തിൻ്റെ കണ്ടന്റ് അങ്ങ് പോയിക്കോളും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ആ ഉപ്പ് ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്തിട്ടേ ഇത് ചെയ്യാവൂ. ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലതായിട്ട് കറക്റ്റ് ഇതിനെ പാകത്തിന്. നമ്മൾ ചില ബേക്കറിയിലൊക്കെ സാധാരണ കട്ട്ലറ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഉരുളക്കിഴങ്ങാണ്. ഫിഷ് കട്ട്ലറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ചിക്കൻ കട്ട്ലറ്റ് എന്ന് പറയും. പക്ഷേ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലും കിട്ടുന്നത് അതിനകത്ത് കിഴങ്ങാണ്. കാരണം അത് കിഴങ്ങ് കറക്റ്റായിട്ട് അത് നല്ലതായിട്ട് കൂടുതൽ കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ കിഴങ്ങ് ഇതിന് പാകത്തിനെ ചേർക്കാവും, കൂടുതലുണ്ടെങ്കിലും ചേർക്കരുത്. ആ നമ്മൾ ഫിഷ് കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഷിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം, കിഴങ്ങ് ഇച്ചിരി കുറവായിട്ടേ നിൽക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന്, എന്ത് കട്ട്ലറ്റ് ആണെന്നുള്ളത് നമുക്കല്ലേ, എന്ത് സ്നാക്കാണെന്ന്, ഇതിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് അങ്ങനെ പിടിക്കാം, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പം നമ്മൾ ആ കിഴങ്ങും അതിനകത്ത് ആ അടുപ്പയിലൊന്ന് ഇതുമായിട്ട് കിടന്നൊന്ന് മൂത്ത് കണ്ട. ഇപ്പം അതാണ് ഫിഷ് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. പാകത്തിനാണ് എണ്ണയും നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മുടെ കൂട്ടിപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു മോൾഡോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ചെയ്യാം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടാണേ. നമുക്ക് ഇതൊന്ന് ശരിക്കും ഇത് കൈവച്ചാണ് നമ്മളിത് പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കൈവച്ച് പിടിക്കണം. ഒരു ഇച്ചിരി തണുക്കാതെ നമ്മുടെ കയ്യിൽ ഇത് മോൾഡ് ചെയ്യാനൊക്കത്തില്ല. ഞാനിപ്പം ഒരു മോൾഡ് ശരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതേണ്ട ഇത് ശരിക്കും ഒരു കുഞ്ഞ് മോൾഡായിരുന്നു. ഞാൻ ഇത് ഓൺലൈൻ വരുത്തിയതാണ്. ഇനി അതല്ല, നമുക്ക് ഒത്തിരി നമ്മൾ ഈ സാധാരണ ഇങ്ങനെ ഈ ഫെസ്റ്റിവൽ പ്ലേസസൊക്കെ പോയാൽ നമുക്ക് ഈ ഒരുമാതിരി സമൂസ മോൾഡ് അങ്ങനെ കാണും. ഇനി ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ കൈവച്ച് തന്നെ നമ്മുടെ ഷേപ്പിൽ, കബാബിൻ്റെ ഷേപ്പിലോ ഏതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഇതെനിക്ക് ഈസി ആയിട്ട്, എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു മോൾഡ്. ഇതിൻ്റെ വലിയ സൈസ് കിട്ടും. ഇതാകുമ്പോൾ ചെറിയൊരു മോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ചിലപ്പോൾ വലിയൊരു പീസ്, ചിലർ കട്ട്ലറ്റ് എടുത്ത് വറക്കാൻ ഒത്തില്ല, കട്ട്ലറ്റ് എടുക്കുവാണെങ്കിൽ എല്ലാം പറയും പകുതി എടുക്കാം എന്ന് പറയും, എല്ലാം കൂടെ തിന്നാൻ വയ്യ എന്ന് പറയുമ്പോൾ നമുക്കപ്പോൾ ഒരു ചെറിയ പീസാകുമ്പം ഒരാൾക്ക് ഫില്ലിങ്ങുമാണ്, നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതൊന്ന് ഒന്ന് തണുത്തോട്ടെ, എന്നാലും നമുക്ക് കൈവച്ച് ഇതൊന്ന് പിടിക്കാനൊക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഇതൊന്ന് നല്ല ചൂടുണ്ട്.
അപ്പം പക്ഷേ അല്പം ചൂടോടെ തന്നെ ഇത് പിടിക്കണം. നമ്മളിപ്പം ഇതിങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ ഇത് സംവിധാനം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വരുത്തിയതാണ്, ഞാൻ ഓൺലൈൻ വരുത്തിയതാണ്. ഇതൊരു പിന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ പക്ഷെ നമുക്ക് എളുപ്പമാകും ഇപ്പം നമുക്ക് ആ മോൾഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഈ മല്ലിയിലയുടെ ഇലയൊക്കെ ഒന്ന് ഇച്ചിരി തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ പാകത്തിനുള്ളത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് കറക്റ്റ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൈവച്ച് വേണേൽ ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കാം. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് എല്ലാം ഒരേ ഷേപ്പിലിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോൾഡിൻ്റെ സൈസിൽ അത് കറക്റ്റ് വന്നോളും. കറക്റ്റ് ആ ഒരു ഇതിനകത്ത് ഇതെല്ലാം നല്ലതായിട്ട് വഴലണം. ഈവൻ കറിവേപ്പില എല്ലാം നമ്മൾ ചെറുതായിട്ട് നമ്മളൊരു ചെറിയ ബോക്സ് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇത് അടുക്കി ഓരോ ലെയറായിട്ട് നമുക്ക് ഇടയ്ക്കുള്ള ഒരു ലെയർ കഴിയുമ്പോൾ അടുത്ത ലെയർ നമ്മൾ ഈ അലുമിനിയം ഫോയിൽ എന്തെങ്കിലും ഇട്ട് ഒന്ന് പാർട്ടീഷൻ ചെയ്ത് കൊടുത്ത്, കാരണം ഇളക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അങ്ങനെ ഒന്ന് ചെയ്ത് ഇത് കൊടുത്താൽ നന്നായിരിക്കും. നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുക. കാരണം ഒന്ന് കറക്റ്റായിട്ടൊന്ന് മുട്ട ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ബ്രെഡ് ക്രംസ് വെച്ചൊന്ന് ഇത് പിടിച്ച് നമ്മളിങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെക്കണേ നമുക്കിങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. ശരിക്കും ഫ്രീസറിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ക്രംസ് ഞാൻ സാധാരണ എല്ലാവരും റസ്കിൻ്റെ പൊടി വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ബ്രെഡ് നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് വെച്ച് എടുത്താൽ മതി. കാരണം ബ്രെഡ് റസ്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി അത് മൊരിഞ്ഞതാണ്. പിന്നെ അത് നമ്മൾ പിന്നെ എണ്ണയിലിടുമ്പോൾ ഒന്നുകൂടെ മൊരിയും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ബ്രെഡ് ക്രംസ് തന്നെയാണ്. അതുകൊണ്ട് ബ്രെഡിൻ്റെ ഈ ആദ്യത്തെ ഫസ്റ്റ് പീസൊക്കെ ചിലപ്പം നമ്മൾ കഴിക്കാത്തവരൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതെടുത്ത് മാറ്റി ശരിക്കും ഒന്ന് വെച്ചാൽ ഈ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ് ഇത്. ഓക്കെ, അപ്പം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഈ പിടിച്ച് വെച്ചിരിക്കുന്ന സ്നാക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം. സാധാരണ എനിക്കൊരു ചെറിയ കുഴുവൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയുണ്ട്. അത് പക്ഷേ പുറത്ത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ അതെനിക്ക് നല്ല വഴകിയതാണ്, നല്ല ഇതുമാണ്. ഞാൻ അതിനകത്ത് സാധാരണ ഇതെടുക്കുന്നത്. കാരണം അതിനകത്ത് ഒത്തിരി ഓയിലും ആകത്തില്ല, നമുക്ക് ആവശ്യമുള്ളൊരു 3 എണ്ണം വറുത്തെടുക്കാം. പിന്നെ നമ്മളൊരു ഷോയ്ക്ക് വേണ്ടിയാകുമ്പം അത്രയും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് നമുക്ക് ഇതിപ്പോൾ ഒന്ന് എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നല്ലതായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ചു.
ചെറിയ പീസായിട്ട് ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും ഇത്. ഇച്ചിരൂടെ ഒരു കുഴുവൻ നമുക്കൊരു പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെ വറുത്തങ്ങ് നമുക്ക് കോരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഒന്ന് സൈഡൊക്കെ ഒന്ന് അപ്പോൾ ആ എണ്ണയിൽ അങ്ങ് ഇത് നല്ലതായിട്ടങ്ങ് മുങ്ങിക്കിടക്കും. അപ്പോൾ സൈഡൂടെ ഒന്ന് മൊരിഞ്ഞ് അങ്ങ് കിട്ടും നമുക്ക്. ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഓൾറെഡി ഇതിനകത്ത് വേറെ നമ്മൾക്ക് വേവല് വിഷയമൊന്നുമില്ല. കാരണം എല്ലാം ഓൾറെഡി നല്ലതായിട്ട് വെന്ത സാധനങ്ങളാണ്. സവാള വഴണ്ടതും പിന്നെ എല്ലാം, അതായത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്തതും എല്ലാമാണ്. ഫിഷ് നല്ലതായിട്ട് വഴണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് അകത്തെ സാധനം ബോയിലാവുമോ എന്നുള്ള ടെൻഷൻ വേണ്ട, പച്ചയാവുമോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അപ്പം നമുക്കിതങ്ങ് കോരിയെടുക്കാം. നമ്മൾ ചെറിയ ഒരു ഏകദേശം ഇത് ബോയിലായിട്ടുണ്ട്, നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ചെറിയൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ആ എണ്ണ അങ്ങ് അബ്സോർബ് ചെയ്തെടുത്തോളൂ. നമുക്ക് നമ്മുടെ ഈ ഫിഷിൻ്റെ സ്നാക്ക് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ മയോണൈസ്, അതല്ല എന്നുണ്ടെങ്കിൽ കോൾസ്ലോ, എന്തെങ്കിലും സാലഡ് വെച്ച് ചെയ്യാം. എങ്ങനെ വേണേലും എടുക്കുക. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഇതാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇച്ചിരി ഭംഗിയായിട്ടൊക്കെ സെർവ് ചെയ്താൽ നന്നായിരിക്കും. അപ്പം നമ്മളുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷിൻ്റെ സ്നാക്ക്, നമ്മൾ ഫിഷ് മാത്രമല്ല നമുക്ക് ചിക്കൻ വെച്ച് ചെയ്യാം, ബീഫ് വെച്ച് ചെയ്യാം, എന്ത് വേണേലും ഈ സ്നാക്ക്. ഞാനിപ്പോൾ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ, ചിലത് കട്ട്ലറ്റ്സ് എന്ന് വേണേൽ പറയാം. എങ്ങനെ വേണേലും ഇത് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട്, വെജിറ്റബിൾ ചേർക്കാം, എങ്ങനെ വേണേലും. തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലത്. ഇവൻ ചോറിനേക്കാളൊക്കെ നല്ലത് സ്റ്റാർട്ടറായിട്ടാണ് ശരിക്കും. ഒരു പാർട്ടി സ്നാക്കറായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു 11 മണി, ഒരു 4 മണി പലഹാരം, അപ്പം നമ്മൾ പലഹാരമൊക്കെ കഴിക്കുന്ന സമയം, വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കൊക്കെ കഴിക്കുന്ന സമയത്ത് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ഈസി ആയിട്ട് ചെറിയ ചെറിയ മോൾഡ്, ആ ചെറിയ മോൾഡ് ആയതുകൊണ്ട് ചെറിയത് പെട്ടെന്ന് വറുത്തെടുക്കാം. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.